നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ഈസ്റ്റ് ബംഗാളിനെതിരെ വെള്ളിയാഴ്ച രാത്രി 7:30 സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. മത്സരത്തിന് മുന്നോടിയായിട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് ടി.ജി. പുരുഷോത്തമൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അതിൽ ആ ഒരു പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹത്തോടൊരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞ 3 കളികളും ഈസ്റ്റ് ബംഗാൾ തോൽക്കുകയാണ് ചെയ്തത്. ഇതൊരു എവേ മത്സരമാണെങ്കിൽ പോലും ഈസ്റ്റ് ബംഗാളിന്റെ ഈ ഒരു സ്ഥിതി ബ്ലാസ്റ്റേഴ്സിന് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആകുമോ എന്നതാണ് ചോദ്യം. അതായത് ഇപ്പോൾ കഴിഞ്ഞ 3 കളികൾ നോക്കുക. ഈസ്റ്റ് ബംഗാൾ മുംബൈ സിറ്റിയോട് 2-3 തോറ്റു, മോഹൻ ബഗാനോട് 1-0 തോറ്റു, ഗോവയോട് 1-0 തോറ്റു. അപ്പോൾ തുടരും തോൽവികളുമായിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു കോൺഫിഡൻസ് ഒക്കെ വളരെ ലോ ആയിരിക്കും. അത് ബ്ലാസ്റ്റേഴ്സിന് ഗുണമാവില്ലേ എന്നതാണ് മാധ്യമപ്രവർത്തകന് ചോദ്യത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള മറുപടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് ടി.ജി. പുരുഷോത്തമൻ വളരെ കൃത്യമായിട്ട് നൽകുന്നുണ്ട്. അദ്ദേഹം ഈ വിഷയത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: എല്ലാ മത്സരങ്ങളും വ്യത്യസ്തമായിട്ടുള്ള മത്സരങ്ങളാണ്. നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പം അവരുടെ തോൽവികൾ, ചില മത്സരങ്ങളിലെ തോൽവികൾ നമുക്ക് ഗുണകരമാകുമോ, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാരണം അവർക്ക് ക്വാളിറ്റി പ്ലെയേഴ്സ് ഉണ്ട്, അവർ കളിക്കുന്നത് അവരുടെ ഗ്രൗണ്ടിലാണ് എന്ന കാര്യം കൂടി ഓർക്കുക. സോ അത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു മത്സരമായിരിക്കും, നമുക്കത് ബുദ്ധിമുട്ടേറിയ മത്സരമായിരിക്കും എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ നമ്മുടെ എല്ലാ ടീം സ്പിരിറ്റും അതുപോലെയുള്ള ടീം വർക്കും ഒക്കെ ആ ഒരു മത്സരത്തിൽ നമ്മൾ പുറത്തെടുക്കേണ്ടതുണ്ട്. നമ്മുടെ പ്ലാനിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് നിൽക്കേണ്ടതുണ്ട്. അത് കൃത്യമായിട്ട് കളിക്കളത്തിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പറ്റണം. ഹോപ്പ്ഫുള്ളി നമുക്ക് മത്സരത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റും, വിജയം നേടാൻ പറ്റും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സോ ഇത് വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ഈ മത്സരത്തിൽ നമ്മൾ കാണുന്നത്. നമുക്ക് മികച്ച ടീമുണ്ട്, എതിരാളികളെ നമ്മൾ ബഹുമാനിക്കുന്നു. അതേസമയം കളിക്കളത്തിൽ നമ്മൾ മികച്ച പ്രകടനം നടത്തും. എന്തു സംഭവിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്നാണ് ഇപ്പോൾ കോച്ച് പറയുന്നത്. ചുരുക്കത്തിൽ ഈസ്റ്റ് ബംഗാൾ FC തുടരെ തോറ്റു എന്നുള്ളത് കൊണ്ട് അവർ എഴുതി തള്ളേണ്ടതില്ല. എതിരാളികളെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് KBFC മത്സരത്തിന് ഇറങ്ങുക. അവരുടെ മൈതാനത്താണ് കളി, അവർക്ക് മികച്ച താരങ്ങളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓരോ കളിയും വ്യത്യസ്തമായിട്ടുള്ള കളികളാണ്. അപ്പോൾ കഴിഞ്ഞ കളി തോറ്റു എന്നുള്ളത് കൊണ്ട് ഈ കളിയും അവർ തോൽക്കും എന്ന് കരുതേണ്ടതില്ല. ഒരു പോരാട്ടം തന്നെ നടക്കും എന്ന് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് കൃത്യമായിട്ട് പറഞ്ഞു. ഇതാണ് ഈ കാര്യത്തിൽ കൃത്യമായിട്ട് എടുക്കേണ്ട സമീപനവും. ഇപ്പം 3 കളി തോറ്റ ടീമല്ലേ എന്ന് പോയി പറഞ്ഞുകൊണ്ട് സീരിയസ് അല്ലാതെ എടുത്തിട്ട് അവിടെ പോയിട്ട് പണി വാങ്ങിച്ചു വരുന്നതിനേക്കാൾ കാര്യങ്ങളെ സീരിയസ് ആയിട്ട് എടുക്കുക. എതിരാളികളും മികച്ച ടീമാണ് എന്ന് മനസ്സിലാക്കുക, ഓപ്പണൻസിനെ ബഹുമാനിക്കുക. പക്ഷേ നമ്മുടെ ടാക്ടിക്സ് കൃത്യമായിട്ട് കളിക്കളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുക, അത് തന്നെയാണ് വിജയത്തിന്റെ ഫോർമുല. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.